ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പൊന്നാനി ബീസ് ഇന്റർനാഷണൽ സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പഠന രീതിയെക്കുറിച്ചും ഇവിടുത്തെ ആക്ടിവിറ്റിയെക്കുറിച്ചും എല്ലാം ചോദിച്ചറിയാനായി നമ്മുടെ അഷഫ് ജമാലുദ്ദീൻ സാറുണ്ട്. സാറെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. പറയൂ സാർ, എന്തൊക്കെയാണ് നമ്മുടെ ഇതിലെ പഠന രീതികൾ? താങ്ക് യു സുമേഷ് സർ. നമ്മളിപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ബീസ് ഇൻ്റർനാഷണൽ സ്കൂളിൽ പേര് തന്നെ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് കുട്ടികളെ മുന്നോട്ട് നയിക്കുന്ന രീതിയിലുള്ള പഠന സംവിധാനങ്ങളാണ് ഇവിടെ തയ്യാർ ചെയ്തിട്ടുള്ളത്. നമ്മൾ കുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നോർമലി അവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷന് പുറമെ നമ്മൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ട്രിനിറ്റിയോ അതും അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളുടെ ഒരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റും കൂടി കുട്ടിക്ക് ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഭാവി പ്രവർത്തനവുമായിട്ടാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, താങ്ക് യു. ഇനി അടുത്തതായിട്ട് ഞാൻ അറിയാൻ ആഗ്രഹമുള്ളത്, നമ്മുടെ സ്കൂളിലെ നോട്ടീസിൽ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ 8 ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാം. നമ്മുടെ സ്കൂളിൻ്റെ ക്വാളിറ്റികൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടീസിൽ പറഞ്ഞതുപോലെ 8 ക്വാളിറ്റിയാണ് നമ്മൾ എടുത്തു പറയുന്നത്. അതിൽ ഒന്നാമത്തത് ആക്ഷൻ പാക്ക്ഡ് ആൻഡ് വൈബ്രന്റ് ക്ലാസ് റൂം എന്നാണ്. എന്താണ് ആക്ഷൻ പാക്ക്ഡ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ? ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ ഫുള്ളി ആക്ഷൻസ് ആയിട്ട് നടക്കുക, അല്ലാതെ ഒരു ടീച്ചർ ക്ലാസ് എടുക്കുക കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് ശ്രവിക്കുക അങ്ങനെ ഒരു രീതിയല്ല. കുട്ടികൾ കംപ്ലീറ്റ് വൈബ്രൻ്റ് ആയി, നമ്മൾ പറയില്ല തെറിച്ച കുട്ടികൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ടീച്ചറും അങ്ങനെ ആയിരിക്കും, കുട്ടികളും അങ്ങനെ ആയിരിക്കും. ഫുള്ളി ഒരു ഹാപ്പിനെസ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയും ആ ഹാപ്പിനെസ്സിൽ കുട്ടികൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ ഒരു കുട്ടി പോലും ഹാപ്പിനെസ് ഇല്ലാതെ നമ്മുടെ സ്കൂൾ വിട്ടാൽ വീട്ടിലേക്ക് എത്തുന്നില്ല എന്നും ഉറപ്പ് വരുത്തുന്ന ക്ലാസ് റൂമാണ് ആക്ഷൻ പാക്ക്ഡ് വൈബ്രന്റ് ആൻഡ് ഹാപ്പിനെസ് ക്ലാസ് റൂം. ഓക്കെ, താങ്ക് യു സർ. സർ, ഈ ഏർലി ലാംഗ്വേജ് അക്വിസിഷൻ കൊണ്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റും? ഏർലി ലാംഗ്വേജ് അക്വിസിഷൻ ആണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ജനിക്കുന്ന ഏതൊരു കുട്ടിയും ഏത് ലാംഗ്വേജ് പഠിക്കാനും ഉള്ള സെറ്റപ്പോട് കൂടിയാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ ആഫ്രിക്കയിൽ ജനിച്ചു വീണാൽ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കും, നമ്മുടെ നാട്ടിൽ ജനിച്ചു വീണാൽ നമ്മുടെ ഇവിടുത്തെ ലാംഗ്വേജ് പഠിക്കും. അപ്പോൾ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് എപ്പോഴാണ്? വളരെ ചെറിയ പ്രായത്തിലാണ്, കുറേ വലുതായിട്ടല്ല. അപ്പോൾ ചെറിയ പ്രായത്തിലാണ് കുട്ടികളുടെ ബ്രെയിനിൻ്റെ ബ്ലൂമിങ്ങും പ്രൂണിങ്ങും ഒക്കെ നടക്കുന്നത്. ഈ ബ്ലൂമിങ്ങും പ്രൂണിങ്ങും ഒക്കെ നടക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ എന്ത് ലാംഗ്വേജ് ആണോ കൊടുക്കുന്നത് അത് വളരെ കൃത്യമായി കുട്ടികൾ അക്വയർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിൽ മക്കൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഏർലി ലാംഗ്വേജ് അക്വിസിഷൻ പ്രോട്ടോകോൾ ഇവിടെ നടപ്പിൽ വരുത്തുന്നത് കൊണ്ടാണ്. അതിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്, അത് ഇവിടെ നടപ്പിൽ വരുത്തിയിരിക്കും. ഓക്കെ സാർ, താങ്ക് യു. ഡെവലപ്മെന്റ് ഓഫ് 5 കോർ ഏരിയയെ പറ്റി സാർ ഒന്ന് വിശദീകരിച്ചു തരുമോ? നമ്മുടെ കുട്ടികൾക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് പ്രധാനമായും കോർ ഏരിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അവരുടെ പേഴ്സണൽ, ഇമോഷണൽ, ഫിസിക്കൽ, കൊഗ്നിറ്റീവ്, അതേപോലെ സൈക്കോ മോട്ടോർ തുടങ്ങിയിട്ടുള്ള 5 പ്രധാന ഏരിയകളെ ബേസ് ചെയ്തിട്ട് ആ 5 പ്രധാന ഏരിയകൾ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനാവശ്യമായ ആക്ടിവിറ്റികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആക്ഷൻ പാക്ക്ഡ് വൈബ്രന്റ് ക്ലാസ് റൂം സിസ്റ്റമാണ് നമ്മളിവിടെ നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. സാർ ഇത്രയും നേരം പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ സാർ, നമ്മൾ ഈ നോട്ടീസിൽ കണ്ട ഒരു കാര്യമാണ് ചൈൽഡ് ഗ്രോത്ത്, പാരന്റ് ഗ്രോത്ത്. ചൈൽഡ് ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലായി, പാരന്റ് ഗ്രോത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത്? പറഞ്ഞു. ഏതൊരു സ്കൂളും പോലെ തന്നെ ബീസ് ഇൻ്റർനാഷണൽ സ്കൂളും ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ് തന്നെയാണ്, ചൈൽഡ് ഗ്രോത്ത്. പക്ഷെ ബീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടി മാത്രം ഡെവലപ്പ് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അപ്പോൾ കൂട്ടത്തിൽ നമ്മൾ പാരൻറ്റിനെ കൂടി എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യിപ്പിക്കും. അതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് രക്ഷിതാക്കൾക്ക് ക്ലാസ് കൊടുക്കുക എന്നതാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അത് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ 10 ക്ലാസ് 30 മണിക്കൂർ, 10 ക്ലാസ് വെച്ച് 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പാരൻറ്റിങ് കോഴ്സ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് രക്ഷിതാക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ വക ഒരു സർട്ടിഫിക്കറ്റും ആർക്ക് കൊടുക്കും? രക്ഷിതാക്കൾക്ക് കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ചും ഓരോ രക്ഷിതാവും സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളും
ഓരോ രക്ഷിതാവും പാലിക്കേണ്ട പിന്നെ അവർ തയ്യാറായിരിക്കേണ്ട കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിലൂടെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ചുരുക്കത്തിൽ നല്ല ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനും നല്ല ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും ഈ ഒരു സിസ്റ്റം വഴി കഴിയും. ഓക്കെ സാർ, ഇനി അടുത്തതായി നമ്മുടെ ക്വാളിറ്റി ആയിട്ട് പറയുന്നതാണ് ഔട്ട്കം ബേസ്ഡ്. എന്താണ് ഔട്ട്കം ബേസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ഡിഫറെൻറ്റ് സ്കിൽ ബേസ്ഡ് ആക്ടിവിറ്റീസ് എന്നുകൂടി നമ്മൾ നമ്മുടെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ 21st സെഞ്ച്വറി സ്കിൽസിലേക്ക് എത്തിക്കുന്നതിനും അതിൽ അവഗാഹം കൊടുക്കുന്നതിനുമുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ആക്ഷൻ പാക്ഡ് ക്ലാസ് റൂമിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. എന്താണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ? നമ്മൾ നോർമലി ചെയ്യുന്നത് അസസ്മെൻ്റ് ആണ്, ഇവാലുവേഷനും അസസ്മെൻറ്റും. ഈ ഇവാലുവേഷനും അസസ്മെൻറ്റും എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കുട്ടികളിൽ നമ്മൾ എക്സാമിനേഷൻ കഴിഞ്ഞ് വന്നാൽ 100ൽ 100 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കോർ കൺസെപ്റ്റ് കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോൾ എക്സാമിന് ശേഷം ഈ കോർ കൺസെപ്റ്റ് കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അതിന് നമുക്ക് നമ്മുടേതായ റൂബ്രിക്സും അതിൻ്റെതായ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ സ്കൂളിൽ റൺ ചെയ്യുന്നുണ്ട്. ഏതൊരു രക്ഷിതാവിനും സ്കൂളിൽ വന്നാൽ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പാരൻസ് മീറ്റിൽ രക്ഷിതാക്കളോട് കൃത്യമായി പറയുന്നതും ആണ്. അടുത്തതായി എനിക്ക് ചോദിക്കാനുള്ളത് ടീം സെന്റർഡ് ലേണിങ്ങിനെ കുറിച്ചിട്ടാണ്. അതൊന്ന് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ടീം സെൻറ്റേഡ് ലേണിംഗ് അത് നല്ലൊരു കോൺസെപ്റ്റാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മളൊരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇതാണ് ഡോക്ടർ, ഇതാണ് നേഴ്സ്, ഇതാണ് ഇഞ്ചക്ഷൻ, ഇതാണ് സിറിഞ്ച്, ഇതാണ് ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ സ്പോട്ടിൽ വെച്ചുകൊണ്ട് കുട്ടിക്ക് പഠിപ്പിക്കും. വേറൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹൈവേ ജംഗ്ഷൻ പഠിപ്പിക്കുകയാണ്. ഹൈവേ ജംഗ്ഷൻ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈവേ ജംഗ്ഷൻ ഒരു തീം എന്ന രീതിയിൽ സെറ്റ് ചെയ്യും. ഇതിൻ്റെ ഈ ഒരു തീം സെൻറ്റേർഡ് ലേണിങ്ങിൻ്റെ ബേസിസ് ആയിട്ടാണ് നമ്മൾ ഈ ഡേ ഒബ്സർവേഷൻസും കളർ ഒബ്സർവേഷൻസും ഒക്കെ നടത്തുന്നത്. ഇപ്പോൾ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാൻ ഡിറക്ഷൻസ് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹൈവേ ജംഗ്ഷൻ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്താൽ കൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോഡ് റൂൾസും ഡിറക്ഷൻസ് ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. ഇതേപോലുള്ള മെത്തേഡാണ്. കൂടുതൽ അറിയുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കൂളുമായി ബന്ധപ്പെടുക. സാർ, അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത് മോണ്ടിസോറിയെ കുറിച്ച് സാറൊന്ന് വിശദീകരിക്കുന്നു. ടീച്ചർ ചോദിച്ചല്ലോ മോണ്ടിസോറിയെ കുറിച്ച്. നമ്മളിവിടെ നടപ്പിൽ വരുത്തുന്നത് പക്കാ മോണ്ടിസോറി അല്ല, ഒരു ബ്ലെൻഡഡ് സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ മോണ്ടിസോറി പോലെ തന്നെ വേറെയും സിസ്റ്റങ്ങൾ ലോകത്തിൽ, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വാർഡ്രോഫ് സിസ്റ്റമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ അതിൽ നിന്നും നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ നിന്നും മോണ്ടിസോറിയിൽ നിന്നും ചില ഭാഗങ്ങൾ എടുത്ത് എല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ സിസ്റ്റം കൊണ്ടുവരുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്താലേ നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള നമ്മളൊരു ആക്ഷൻ പാക്ഡ് ക്ലാസ് റൂമും ഒരു വൈബ്രൻറ്റ് ക്ലാസ് റൂമും ലാംഗ്വേജ് അക്വിസിഷനും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഔട്ട്കം ചെക്ക് ചെയ്യലും എല്ലാം നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ് മാച്ച് ചെയ്തിട്ടുണ്ട്. ആ മിക്സ് മാച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെറിയ ക്ലാസ് മുതൽ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അത് നമ്മുടെ സിലബസാണ്. നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ ബീസിൻ്റെ സിലബസാണ്, അല്ലാതെ അത് വേറെ എവിടെ നിന്നും കിട്ടുന്നതല്ല. അത് ഞങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് ബീസിൻ്റെ റിസർച്ച് വിങ് തയ്യാറാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മളെവിടെ കൊടുക്കുന്നത്, ഇവിടെ കൊടുക്കുന്നത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല റിസൾട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം മോശമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്ന് ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സ്കൂളിൽ ഒരുപാട് വിഷനും മിഷനൊക്കെ വളരെ പക്കയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവി ബീസിൽ സുരക്ഷിതമാണെന്ന് മനസ്സിലായി. താങ്ക് യു വെരി മച്ച് ടീച്ചേഴ്സ് ആൻഡ് അഷ്റഫ് ജമാലുദ്ദീൻ സാർ. താങ്ക് യു. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി.